ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്ത് മറിയമിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാല റബ്ബി, ഖാല എന്ന പദത്തിൽ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. അലിഫ് ഖാഫിനെ തഫ്ഖീമിൽ പിന്തുടരുന്നു. ഇപ്രകാരം തഫ്ഖീമിൻ്റെ ഹർഫുകളെ അലിഫ് കൊണ്ട് ദീർഘിപ്പിക്കുമ്പോൾ അലിഫ് തഫ്ഖീമിൽ പിന്തുടരും. അപ്രകാരം തന്നെ തർക്കീഖിൻ്റെ അക്ഷരങ്ങളെ അലിഫ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ തർക്കീഖിലും അലിഫ് ആ അക്ഷരത്തെ പിന്തുടരും. ഖാല ലാമിന് തർക്കീഖാണ്. റബ്ബി റാഇന് പൂർണ്ണമായ തഫ്ഖീം തടിപ്പിച്ചുച്ചരിക്കുക. ഖാല റബ്ബി, ഖാല റബ്ബി അന്നാ യകൂനു, അന്നാ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശ്രദ്ധ നൽകപ്പെട്ട നൂനിന് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന കൊടുക്കുക. അന്നാ യകൂനു ലീ ഗുലാം, ഗുലാം എന്ന പദത്തിൽ ഗൈനിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, ആപേക്ഷികമായ തഫ്ഖീം മദ്മൂമത്തായതുകൊണ്ട്. ഗുലാമു വഖദ്, തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിക്കുക. ഗുലാമു വകാനത്, ഗുലാമു വകാനത്, വകാനത് ഇംറഅതി, വകാനത് എന്നതിലെ താഇൻ്റെ സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനയുടെ പരിഹാരത്തിന് വേണ്ടി മക്സൂറത്താക്കി ഹറക്കത്ത് നൽകി ഉച്ചരിക്കുന്നു. ഗുലാമു വകാനത് ഇംറഅതി, ഇംറഅതി എന്ന പദത്തിലെ സാക്കിന തമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇംറഅതി റാഇന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ് എന്നതും ശ്രദ്ധിക്കുക. ഗുലാമു വകാനത് ഇംറഅതി ആഖിറ, ആഖിറ, ഐന് അലിഫ് എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. വ്യക്തമായി ഐന് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അവയുടെ സിഫാത്തുകൾ പൂർത്തിയാക്കി നൽകി ഉച്ചരിക്കുക. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, എന്നാൽ കസ്റ എന്നതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. ആഖിറൻ വഖദ് റാഇന് പൂർണ്ണമായ തഫ്ഖീം. റാഇൻ്റെ തൻവീനിനെ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ആഖിറൻ വഖദ് ബലഗ്തു, വാവ് 2 ചുണ്ടിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ചുണ്ടുകൾ വൃത്താകൃതിയിലാകും വാവിൻ്റെ ഉച്ചാരണ സമയത്ത് എന്നത് ശ്രദ്ധിക്കുക. ഷഫത്താനിയാകുന്നു വാവിൻ്റെ മഖ്റജ്. വഖദ് വാവ് ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്യേണ്ട അക്ഷരമാണ്, എന്നാൽ ഖാഫ് തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. ശേഷം ദാൽ തർക്കീഖിൻ്റെ അക്ഷരമാണ്. ദാലിന് സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ദാലിൻ്റെ സുക്കൂൻ ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ആഖിറൻ വഖദ് ബലഗ്തു, ബലഗ്തു ഗൈനിന് തഫ്ഖീം കൊടുക്കുക. മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖാണ്. ബലഗ്തു മിനൽ കിബരി ഇതിയ, മിനൽ കിബരി ഇതിയ. ഖാല കദാലിക്, വീണ്ടും ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം നൽകി തടിപ്പിച്ചുച്ചരിക്കുക. ഖാല കദാലിക, എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഖാല കദാലിക ഖാല റബ്ബുക, വീണ്ടും ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം. റബ്ബുക റാഇന് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തർക്കീഖ്. ഖാല റബ്ബുക, ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, ഹുവ അലയ്യ ഹയ്യിനു വഖദ്, എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഹയ്യിനു വഖദ്, ഇവിടെ തൻവീനിനെ വാവിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം, ഭാഗികമായി ലയിപ്പിക്കുക. ഹയ്യിനു വഖദ്
ഖാഫിന് തഫ്ഖീം കൊടുക്കുക, ദാലിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക, ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ദാലിൻ്റെ സുക്കൂൻ ഉച്ചരിക്കുക. വഖദ് ഖലഖതുക വഖദ് ഖലഖതുക. ഖാഫ് ഇവയൊക്കെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ പെട്ടതാണ്. എന്നാൽ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല, എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. വഖദ് ഖലഖതുക. ഖലഖു എന്ന് പറയുമ്പോൾ ഖാഫിന് ഖൽഖല സുഗ്റ വരുന്നു, കൂടാതെ തഫ്ഖീമും. ഖലഖതുക മിൻ ഖബ്ലു. ഇവിടെ സാക്കിനത്തായ നൂൻ ഖാഫിലേക്ക് ഖാഫിൻ്റെ മുമ്പിൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖാഫിൻ്റെ മുമ്പിൽ വന്നതുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കലിലും തഫ്ഖീം വേണം, ശേഷമുള്ള ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് എന്നതുകൊണ്ട്. മിൻ ഖബ്ലു. ബാഇൻ്റെ സുകൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. മിൻ ഖബ്ലു വലം തകു ശൈഅ. വലം തകു സാക്കിനത്തായ മീം ശേഷം താ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. വലം തകു ശൈഅ. ഖാല റബ്ബി ഇജ്അൽ ലീ ആയ. ഖാല വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ. ശേഷം വരുന്ന അക്ഷരങ്ങൾ ലാമ് തർക്കീഖിൻ്റേതാണ്. റബ്ബി എന്നതിൽ റാഇന് തഫ്ഖീമാണ്. പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ഹർഫും തഫ്ഖീമും തർക്കീഖും മാറിപ്പോവാതെ ഉച്ചരിക്കുക. ഖാല റബ്ബി. ഖാല റബ്ബി ഇജ്അൽ ലീ. ഇജ്അൽ എന്ന പദത്തിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. റബ്ബി ഇജ്അൽ. ഇതിലെ ലാം സാക്കിനത്തായ ലാം ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ലാമാക്കുക. റബ്ബി ഇജ്അൽ ലീ ആയ. ഇജ്അൽ ലീ എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ വന്നു എന്നതാണ് മുൻഫസിൽ എന്ന് പേര് വരാൻ കാരണം. റബ്ബി ഇജ്അൽ ലീ ആയ. അവിടെ താ മർബൂത്ത, ഹാ അത്തനീസ് എന്നൊക്കെ പേര് നൽകുന്ന തായിൽ വഖഫ് ചെയ്യുന്നു. ഹാ ആക്കിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ചേർത്തോതുമ്പോൾ ആയതൻ ഖാല എന്ന് ഓതേണ്ടതാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന ഹുക്മ് അവിടെ വരുന്നതാണ്. തൻവീനിനെ ഖാഫിന് മുമ്പിൽ അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം. ആയതൻ ഖാല എന്ന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖാഫിനും അലിഫിനും തഫ്ഖീം. ഖാല ആയതുക. ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫുകൾ. അന്നാസ ഈ പദത്തിലെ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. നൂൻ മുഷദ്ദദ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്ന നൽകുക. അല്ലാ തുകല്ലിമൻ നാസ ثلاث ليال سويا. ثلاث സാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വരണം. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ളഹ്റു തറഫിൽ ലിസാൻ മഅ അത്റാഫി സനായ അൽ ഉൽയ. ഇതാണ് സാഇൻ്റെ മഖ്റജ്. സലാസ തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. സലാസ ലയാലിൻ സവിയ. തൻവീനിനെ സീനിന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. ലയാലിൻ അവ്യക്തമാക്കി മണിക്കുക. ലയാലിൻ സവിയ. വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. അതിനെന്ത് ഹറക്കത്ത് വന്നാലും അതിൻ്റെ ഉച്ചാരണം ചുണ്ടുകളിൽ നിന്നാണ്. ഷഫത്താനിയാണ് അതിൻ്റെ മഖ്റജ്. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ. സവിയ. സലാസ ലയാലിൻ സവിയ.
بارك الله فيكم. أعوذ بالله من الشيطان الرجيم. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. قال رب اجعل لي آية. قال آيتك ألا تكلم الناس 3 ليال سويا.